Hello everyone, welcome to G Board Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G Board 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നഫി. അപ്പോൾ മക്കളെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 12 സോഷ്യൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്റർ ആണ് എന്ത് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സിലെ കാർഷിക മേഖലയും നൂതന പ്രവണതകളും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്ത് വെക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തോ. അതിന് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞോ ഇല്ലയോ. രണ്ടാമത്, നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ 12 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോപ്പിംഗ് സിസ്റ്റം അല്ലേ. അതായത് എന്ത് ചെയ്യാടാ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ, ഈ ഒരു ക്രോപ്പിംഗ് സിസ്റ്റം അതായത് കാർഷിക രീതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ്. ഏത് ഘടകങ്ങളുണ്ട്? എക്കണോമിക് ഫാക്ടേഴ്സ് അഥവാ സാമ്പത്തിക ഘടകങ്ങളുണ്ട്, നാച്ചുറൽ ഫാക്ടേഴ്സ് അഥവാ പ്രകൃതിദത്ത ഘടകങ്ങളുണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് സാമൂഹിക ഘടകങ്ങളുണ്ട്, ഗവൺമെൻറ് പോളിസീസിൽ അതായത് സർക്കാർ നയങ്ങൾ, അതേപോലെ തന്നെ എന്തുണ്ട്, പിന്നെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് സാങ്കേതിക ഘടകങ്ങൾ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ തുടങ്ങുന്ന ഒരു ടേബിളാണ്. ആ ടേബിളിലുള്ള ഘടകങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ടൈപ്സ് ഓഫ് ക്രോപ്പിംഗ്, വിവിധ തരം വിളകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷി രീതികളെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റതാണ് ഇത് മോണോ ക്രോപ്പിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഉണ്ട്, അതേപോലെ റെട്ടൂൺ ക്രോപ്പിംഗ് ഒക്കെ ഉണ്ട് അല്ലേ. ആ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് തന്നെ മിക്സഡ് ക്രോപ്പിംഗ് ഉണ്ട്, ഇന്റർ ക്രോപ്പിംഗ് അഥവാ ഇടവേള കൃഷി ഉണ്ട്, സീക്വൻസ് ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ് ഉണ്ട്, ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പരിചയമുണ്ട്, മൾട്ടി ടയർ ക്രോപ്പിംഗ് അഥവാ ബഹുനില കൃഷിയുണ്ട്, റെട്ടൂൺ ക്രോപ്പിംഗ് അഥവാ റെട്ടൂൺ കൃഷി വേറെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ക്രോപ്പിംഗ് വിവിധ തരം കൃഷി രീതികളുണ്ട്. ആ കൃഷി രീതിയിലെ എക്സാമ്പിൾസ് അടക്കം നിങ്ങൾ പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിക്ക് ഇത് പറയുന്നുണ്ട്. ഓരോ ക്രോപ്പിംഗ് മെത്തേഡ്, ഇപ്പം റെട്ടൂൺ ക്രോപ്പിംഗ്, റെട്ടൂൺ കൃഷിക്കുള്ള ഒരു എക്സാമ്പിളാണ് ഇത് നമ്മുടെ കരിമ്പ് അല്ലേ, അല്ലെങ്കിൽ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. അതേപോലെ തന്നെ എന്തുണ്ട്, മോണോ ക്രോപ്പിംഗ് എക്സാമ്പിൾ. എല്ലാത്തിനും നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. ആ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ടൈപ്പ് ക്രോപ്പിങ്ങും ഓരോ തരത്തിലുള്ള കൃഷി രീതിയും ആ കൃഷി രീതിക്കുള്ള ഉദാഹരണങ്ങൾ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് റീഷേപ്പ് ചെയ്ത് അഗ്രികൾച്ചർ സെക്ടർ അല്ലെ, കാർഷിക മേഖലയിലെ നൂതന പ്രവണതകൾ. അതായത് ഇപ്പോൾ പുതിയ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ 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 കാർഷിക രീതികൾ, പുതിയ പുതിയ കൃഷി രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് എന്ത്, റെയിൻ ഷെൽട്ടർ ഫാമിംഗ്, മഴമറ കൃഷിയുണ്ട്, പോളി ഹൗസ് ഫാമിംഗ് ഉണ്ട്, പ്രൊസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷിയുണ്ട്, ഡിജിറ്റൽ ഫാമിംഗ് അഥവാ ഡിജിറ്റൽ കൃഷിയുണ്ട്, വേർട്ടിക്കൽ ഫാമിംഗ് അഥവാ ലംബ കൃഷിയുണ്ട്, ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷിയുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള കൃഷി രീതികൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് റെയിൻ ഷെൽട്ടർ ഫാമിംഗിലെ മഴയിൽ നിന്ന് നമുക്ക് സംരക്ഷണം കൃഷി രീതിയാണ്. പോളി ഹൗസിൽ അതായത് ഈ പോളാർ റീജിയൻ, അതായത് നമ്മുടെ പിന്നെ തുന്ദ്ര മേഖലയിലൊക്കെ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് വിളിക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡിജിറ്റൽ ഫാമിംഗ്, വേർട്ടിക്കൽ ഫാമിംഗിൽ ലംബ രീതിയിൽ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതി. അപ്പോൾ ഓരോ ടൈപ്പ് കൾട്ടിവേഷൻ മെത്തഡ് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള കൃഷി രീതി നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഫേസ് സെവറൽ ചാലഞ്ചസ് അല്ലേ, കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ അല്ലേ. അതായത് കർഷകർക്ക് പണം കിട്ടുന്നില്ല, അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറ്റം അടക്കമുള്ള കാർഷിക മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോട്ടേജ് ഇൻഡസ്ട്രീസ് അഥവാ ചെറുകിട കുടിൽ വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്, അഗ്രികൾച്ചർ മാർക്കറ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഷിക വിപണി, അഗ്രികൾച്ചർ മാർക്കറ്റിൻ്റെ ടൈപ്സ് അല്ലേ, കാർഷിക വിപണിയുടെ വിവിധ തരങ്ങൾ, അതേപോലെ തന്നെ അതിൽ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും കാണുന്നത് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ അഗ്രികൾച്ചർ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാർഷിക വിപണി നേരിടുന്ന ചില പ്രശ്നങ്ങളും കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വസ്തുത കേട്ടോ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റം, വിള രീതി അല്ലെങ്കിൽ കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഇതാണ്, ഈ ഒരു ടൈപ്സ് ഓഫ് ഫാമിംഗ്, വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ. നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഓരോ കൃഷി രീതിയും ആ കൃഷി രീതി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ക്രോപ്സ് അഥവാ വിളകളും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അതിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ലാസ്റ്റ് അഗ്രികൾച്ചർ മാർക്കറ്റും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മൊത്തത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇതിൻ്റെ ക്ലാസ് എവിടെ കിട്ടുക, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടുക? അതിനാണ് എഡ്യൂപോയിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് ബൂസ്റ്റർ ക്രാഷ് ബാച്ച് കേട്ടോ. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റാക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൂസ്റ്റർ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫോമാണ്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കിട്ടും, ഈ ചാപ്റ്ററിന് നോട്ട് കിട്ടും, ഈ ചാപ്റ്ററിന് വൺ ഷോട്ട് ക്ലാസ്, സെപ്പറേറ്റ് ക്ലാസ്സുകൾ, എല്ലാ കാര്യവും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആവും കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. മക്കളെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ 8ാം ക്ലാസ്സിലെ മുഴുവൻ ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ ആവശ്യമുള്ളതാണ് ചാപ്റ്റർ 12 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.